തോമസ് ഊട്ടി ബ്രദർ ന്യൂഡൽഹിയിൽ ശുശ്രൂഷിക്കുന്നു. ഏപ്രിൽ 12 ഞായർ. ശുശ്രൂഷകൾ ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 5 വരെ. സദ്ഭാവന ഭവൻ, മാഷീഗർ ചർച്ചിന് സമീപം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അല്പസമയം ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ സമയം ചെലവഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ദൈവവചനം ഇടയാക്കി തീർക്കും. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതൊരു കണ്ണാടി പോലെയാണ്. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, അതൊരു കണ്ണാടി പോലെയാണ്. ഒരു കണ്ണാടിയിൽ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ മുടി ചീകിയത് ഒത്തിട്ടുണ്ടോ, അല്ലെ എൻ്റെ മുഖത്ത് എന്തെങ്കിലും പാടുണ്ടോ എന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണാടിയാണ്, നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ്, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണാടിയാണ് ദൈവവചനം. ദൈവവചനത്തിൽ നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കുറവുകൾ വെളിപ്പെടും എന്ന് മാത്രമല്ല, അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് കറക്റ്റ് ചെയ്യും തോറും നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് വളരുകയായിരിക്കും. സോ നമ്മൾ കുറേ തല ചീർക്കുന്ന കുറേ വചനത്തിൻ്റെ അറിവല്ല, ദൈവവചനത്തിൻ്റെ ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ നമുക്കൊന്ന് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്നേഹം പാപങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. സ്നേഹം ഇതരർക്ക് പറ്റിയ തെറ്റുകളുടെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നില്ല. ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് സിൻസ്. സ്നേഹം പാപങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് സിൻസ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം ഈ ബൈബിളിലെ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അധ്യായമാണ്. സ്നേഹത്തെക്കുറിച്ച് മാത്രമേ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൂ. 1 കൊരിന്ത്യർ 13-ന്റെ അതിൻ്റെ 4-ാം വാക്യം മുതൽ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അവിടെ ദോഷം കണക്കിടുന്നില്ല എന്നുള്ളത് ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷനിൽ ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് സിൻസ്. നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഓർത്ത് അത് കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാറുണ്ട്. ഒരു സഭയിലായിരിക്കുമ്പോൾ സഭയിലുള്ളവർ തമ്മിൽ പ്രശ്നമുണ്ടാക്കാറുണ്ട്. നിരവധി ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടുമുട്ടിയപ്പോൾ, പ്രശ്നങ്ങളുള്ളവരെ കണ്ടുമുട്ടിയപ്പോൾ, 2 പേരോടും നമ്മൾ വേറെ ചോദിച്ചാൽ, കൗൺസിൽ ചെയ്യുമ്പോൾ ഭർത്താവിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ, ഈ മനുഷ്യൻ പറയുന്നത് എന്ത് ശരിയാ, ഇതെല്ലാം അദ്ദേഹത്തിന് പറ്റിയതാണല്ലോ. തിരിച്ച് നമ്മൾ ഈ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭാര്യ അടുത്ത കുറേ ലിസ്റ്റ് കാര്യങ്ങൾ പറയും, ഈ മനുഷ്യൻ ചെയ്ത കുഴപ്പങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഏതൊരു കൗൺസിൽ ചെയ്യുന്ന ആൾക്കും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ഭാഗമാണ് അത്. 2 പേരും പറഞ്ഞത് വളരെ ശരിയായ കാര്യങ്ങളാണ്, അവർക്ക് പറ്റിയ കൈപ്പേറിയ അനുഭവങ്ങളാണ്, ജീവിത പങ്കാളിയിൽ നിന്ന് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ഇത് തന്നെയാണ് സഭകളിലും. നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന് ദൈവജനം ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അവിടെയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ തമ്മിലെ പ്രശ്നങ്ങളുണ്ടാകാറുള്ളൂ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഈ സ്വർഗീയ വിരുന്നിൻ്റെ ശുശ്രൂഷകളും ഉണർവൊക്കെ വളരെ ശക്തമായി വ്യാപരിച്ച് മുമ്പോട്ട് വന്നു.
ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏതൊരു ഉണർവുണ്ടായാലും അതിനെ വിമർശിക്കുന്നവരുണ്ടാകാം, അതിനെ എതിർക്കുന്നവർ കാണാം. എന്നാൽ ഞാനിങ്ങനെ ആത്മീയമായി ശുശ്രൂഷയിലേക്ക് മുമ്പോട്ട് പോയ ഘട്ടത്തിൽ ചിലർ, സ്നേഹിച്ച ചിലർ, ഞാനുമായി വളരെ ഇടപെട്ട ചിലർ എനിക്കൊരു നിർദ്ദേശം നേരിട്ട് തരാതെ തന്നെ ചില ലേഖനങ്ങളിൽ അവർ വളരെ മോശമായിട്ട് എഴുതുകയും ഞാനെൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയും, അതുപോലെ അറിയാവുന്ന ചിലർ പേര് വെച്ച് കത്തെഴുതുകയും വേറെ ചിലർ ഊമക്കത്തെഴുതുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഫയലിനകത്ത് ഇതുപോലെ എനിക്ക് വന്ന എന്നെ വേദനിപ്പിച്ച കുറേ കത്തുകൾ ഇങ്ങനെ അടുക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. അധികമല്ല, ഒരു 3-4 കത്തുകളുണ്ട്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായി കർത്താവ് എന്നോട് പറയുക, മകനെ, നീ ചെയ്ത അപരാധങ്ങളുടെ മുഴുവൻ കൈയെഴുത്ത് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ, അല്പം നർമ്മരസത്തിൽ പറയട്ടെ, വലിയ മനോരമ പത്രം അടിക്കുന്ന പേപ്പർ റീൽ പോലും പോരായിരുന്നു, അതുപോലെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു വന്ന ഒറ്റ കാരണം കൊണ്ട് നിൻ്റെ കുറവുകളുടെ അപരാധങ്ങളുടെ മുഴുവൻ ആ ഫയൽ ഞാൻ കീറിക്കളഞ്ഞെങ്കിൽ, കർത്താവിനോട് പറഞ്ഞു, മകനെ, നിനക്ക് മനപ്രയാസം തോന്നിയ ചിലരെക്കുറിച്ച് അല്ലെങ്കിൽ അവരെഴുതിയ എഴുത്തുകൾ നിനക്ക് ഭാരം വന്നെങ്കിൽ എന്തുകൊണ്ട് നീ അത് കീറിക്കളയില്ല? ഞാൻ ഓർക്കുന്നു, അത് എൻ്റെ ഹൃദയത്തിലൊരു കർത്താവ് ശക്തമായിട്ട് ഇടപെടുകയായിരുന്നു. ഞാൻ അന്ന് തന്നെ ആ ഫയലടക്കം അതിനകത്ത് സൂക്ഷിച്ചു വച്ചിരുന്ന കത്തുകളൊക്കെ കീറിക്കളയാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന, അതാണ് കർത്താവ് നമ്മുടെ കാര്യത്തിൽ ചെയ്തത്. അതല്ലേ നമുക്ക് വിരോധമായ കൈയെഴുത്ത് കർത്താവ് മായ്ച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവസന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വിരോധമായിട്ട് ഒത്തിരി എഴുത്തുകളുണ്ടായിരുന്നു. നമ്മുടെ അപരാധങ്ങളുടെ ലിസ്റ്റുകളുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ വെച്ച് നോക്കിയാൽ ഓരോ ചട്ടങ്ങളും ലംഘിച്ചവരല്ലേ നമ്മൾ. അപ്പോൾ ഇന്ന പ്രമാണം ലംഘിച്ചു, ഇന്ന പ്രമാണം ലംഘിച്ചു, അങ്ങനെ നമ്പറിട്ട് എണ്ണി വെക്കുകയായിരുന്നെങ്കിൽ ഓരോ ദിവസവും പ്രമാണ ലംഘനങ്ങളുടെ വലിയൊരു കൈയെഴുത്തുണ്ടായിരുന്നു. എന്നാൽ തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു അത് മായ്ച്ചു കളഞ്ഞു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മൾ മായ്ച്ചു കളഞ്ഞു. കർത്താവ് നമ്മുടെ പാപം മായ്ച്ചു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലെ പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല, ദൈവസന്നിധിയിൽ നമുക്കെതിരെ നിന്ന പാപത്തിൻ്റെ ബോർഡിൽ നിന്ന് അത് മായ്ച്ചു കളഞ്ഞു. ഞാനൊരു വാക്യം വായിക്കാം. കൊലോസ് ലേഖനത്തിലെ വളരെ പ്രസിദ്ധമായൊരു വേദഭാഗമാണ്. കർത്താവ് നമ്മുടെ തെറ്റുകൾ മായ്ച്ചു കളഞ്ഞു. അതാ യേശുവിൻ്റെ ശുശ്രൂഷ. നമുക്കൊന്ന് വായിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നീക്കിക്കളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിപൂർണനായ, നീതിമാനായ, പാപമില്ലാത്തവ ആ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ചെല്ലുമ്പോൾ ദൈവത്തിന് എന്നെ എത്ര അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിലും പറ്റത്തില്ല. കാരണം എൻ്റെയും ദൈവത്തിൻ്റെ ഇടയിൽ നിന്നത് എൻ്റെ അതിക്രമങ്ങളുടെ ഒരു വലിയ ലിസ്റ്റാണ്. ദൈവം എന്നെ കാണുന്ന ഉടനെ എൻ്റെ കുറവുകളും വീഴ്ചയുമായിരുന്നു ന്യായപ്രമാണം ഉള്ളിടത്തോളം കണ്ടത്. പ്രമാണത്താൽ എന്നിൽ ഉണ്ടായതാ. ഈ പ്രമാണം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും ഇതാ, നമ്മളൊരു സഹോദരനെ കാണുന്നുണ്ട്, അയാൾ ഇന്ന തെറ്റ് ചെയ്തവനാണ്, അയാളുടെ നെറ്റിയാൽ അയാളുടെ കുറവുകളുടെ ഒരു ലിസ്റ്റ് തൂക്കിയിട്ടിരിക്കുന്ന പോലെ നമ്മൾ അയാളെ കാണുന്നത്. ആ മനുഷ്യനെ കാണും മുമ്പേ ആണ്ട് വരുന്നു ഇന്നത് ചെയ്തവൻ. വാസ്തവത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ ആ കണ്ണിലാണ് കണ്ടിരുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ തെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വിചാരിക്കുന്ന ആ വാക്യത്തിൽ പറയുന്നത് നടുവിൽ നിന്ന് ഈ തെറ്റുകളുടെ ലിസ്റ്റ് മാറ്റിക്കളഞ്ഞ നടുവിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ നെറ്റിയെ തന്നെ ഒരു വലിയ പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ തോമസ് കുട്ടി ഇന്ന തെറ്റുകാരൻ, തെറ്റുകൾ. അപ്പം ദൈവം എന്നെ കാണുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നത് ഈ ലിസ്റ്റുമായിട്ടാണ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? യേശു കർത്താവ് ഈ ലോകത്ത് വന്ന് എന്താ ചെയ്തെന്നറിയാമോ? എൻ്റെ ഈ അതിക്രമങ്ങളുടെ ലിസ്റ്റ് കർത്താവ് മായ്ച്ചു കളഞ്ഞു. ക്രൂശിൽ ചൊരിഞ്ഞ തൻ്റെ രക്തം കൊണ്ട് മായ്ച്ചെന്ന് മാത്രമല്ല, ഇവയെല്ലാം
തൻ്റെ തെറ്റുകളായി ഏറ്റെടുത്ത് ക്രൂശിൽ അടിച്ചു. സാക്ഷാൽ നമ്മളുടെ അതിക്രമങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ തെറ്റുകൾ അവൻ ചുമന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ പാപവും രോഗവും മാത്രമല്ല അവൻ ചുമന്നത്. ദൈവം, പിതാവാം ദൈവം നമ്മുടെ പാപമൊക്കെയും പുത്രൻ്റെ മേൽ ചുമത്തി. അതാണല്ലോ പഴയ നിയമകാലത്ത് ഒരു യാഗ കുഞ്ഞാടിനെ, ബലിയാടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിൻ്റെ തെറ്റുകൾ പുരോഹിതൻ അവൻ്റെ മേൽ ചുമത്തുക. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പുരോഹിതനും ക്രിസ്തുവ, യാഗവസ്തുവും ക്രിസ്തുവ. എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി. അതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിഞ്ഞിട്ടില്ല, നിഷ്കളങ്കന. അതിനെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്ന, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഒന്ന് നോക്കൂ, കർത്താവ് വന്ന് എന്നെ തെറ്റുകാരനെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എൻ്റെ തെറ്റുകൾ തൻ്റെ മേൽ ഏറ്റെടുത്തു. അതിനെക്കുറിച്ചാണ്, അത് ക്രൂശിൽ തറച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെടുത്ത് മായ്ച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ഇടയിൽ നിന്ന് അത് മായ്ച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ചു. തൻ്റെ തെറ്റുകളായി ഏറ്റെടുത്തെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാമല്ലോ, റോമാക്കാരുടെ കാലത്താണ് ക്രൂശീകരണം എന്ന വളരെ കിരാതമായ ശിക്ഷാ സമ്പ്രദായം. കൊല്ലുന്നത് അങ്ങനെയായിരുന്നു, ക്രൂശിൽ തൂക്കി മണിക്കൂറുകളോളം ഇട്ട് ഭീകരമായ ശിക്ഷയാണ്. അന്ന് ഒരു കാര്യം അവർ ചെയ്യുമായിരുന്നു, ഈ ക്രൂശിൽ വരെ തൂക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പരസ്യമായിട്ട് ആൾക്കാർ കാണണം, ഇയാൾ ചെയ്ത പണി ഇനി ആരും കാണിക്കരുത്. നമുക്കറിയാം, ഇന്നും സൗദി അറേബ്യയിലും മറ്റും തെറ്റ് ചെയ്യുന്നവരെ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലുന്ന കാര്യങ്ങളുണ്ട്. എന്തിനാ? മറ്റുള്ളവരും കാണണം. അതാ നിയമം കഠോര ശിക്ഷ കൊടുക്കും. നിയമത്തിന് കരുണയില്ല. നിയമം പാപിയെയാണ് മാറ്റുന്നത്. പാപിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പാപിയുടെ അകത്തുള്ള പാപത്തെ മാറ്റിക്കളയാൻ ഒരിക്കലും നിയമത്തിന്, പ്രമാണത്തിന് ശക്തിയില്ല. പാപിയെ കൂച്ചുവിലങ്ങിടാം, പാപിയെ, കുഴപ്പക്കാരനെ സമൂഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് ബാക്കി എല്ലാവർക്കും സുഖമായി ജീവിക്കാം. പക്ഷേ ഒരു പാപിയുടെ ഉള്ളത്തിലെ ആ പാപത്തെ എടുത്ത് മാറ്റുന്നതായിരുന്നു സ്നേഹം. മോശ ലോ കൊണ്ടുവന്നെങ്കിൽ യേശു ലവ് സ്ഥാപിച്ചു. ലോയ്ക്ക് കഴിയാഞ്ഞത് ലവ് നേടിയെടുത്തു. അതാ നമ്മളിലും തന്നിരിക്കുന്ന ആ സ്നേഹം. ക്രിസ്തു നമ്മളോട് കാണിച്ച ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിനാൽ എൻ്റെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നത്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തിയുടെ ഉള്ളിൽ ഈ സ്നേഹമുണ്ട്. എൻ്റെ മൊബൈൽ ഫോണിൽ നിരവധി ആപ്ലിക്കേഷനുണ്ട്. ചിലത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളതേ ഉള്ളൂ. ആയതുപോലെ കർത്താവിനെ സ്വീകരിച്ച ഒരു വ്യക്തി യേശുവിൽ വിശ്വസിച്ച നിമിഷം ആ വ്യക്തിയിൽ ചില ശ്രേഷ്ഠ ഗുണങ്ങൾ തന്നിട്ടുണ്ട്. അൺയൂസ്ഡായി, ഉപയോഗിക്കപ്പെടാതെ അവിടെ ചിലത് മറഞ്ഞു കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് കർത്താവ് പകർന്നതാണ് തൻ്റെ സ്നേഹം. നമ്മുടെ സ്നേഹമല്ല, മനുഷ്യ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഏറ്റക്കുറച്ചിലില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നത്. അതിനെക്കുറിച്ചാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹം പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹമെന്ന്, അത് ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ സ്നേഹമല്ല. ദാറ്റ് ഈസ് ഹിസ് ലവ്. ആ സ്നേഹം ഗോഡ് കൈൻഡ് ഓഫ് ലവ്, ദൈവത്തിൻ്റെ രീതിയിലുള്ള സ്നേഹമെന്ന് എൻ്റെ അർത്ഥം. നമുക്കുണ്ട് സ്നേഹം, പക്ഷേ ദൈവത്തിൻ്റെ രീതിയിലുള്ള, വ്യവസ്ഥയില്ലാത്ത, എന്താ പറയുന്നത്, ഇങ്ങോട്ടൊന്നും നോക്കാതെ വീണ്ടും അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഗ്രേറ്റ് ലവ്. ആ ദൈവസ്നേഹം മനുഷ്യരൂപം പ്രാപിച്ചിവിടെ വന്നതാണ് യേശു. അതൊരു മതസ്ഥാപകനല്ല. എത്ര ഈ ദൈവത്തിൻ്റെ സ്നേഹം പഴയ നിയമത്തിൽ ഒരു പ്രവാചകനും പിടികിട്ടിയില്ല. ഒരളവ് വരെയൊക്കെ മനസ്സിലായെങ്കിലും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർക്ക് പലതും പിടികിട്ടി. ദൈവം സർവശക്തനാണെന്നുള്ളത് പിടികിട്ടി. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹമാണല്ലോ വാസ്തവത്തിൽ ദൈവം. ആ ദൈവത്തിൻ്റെ എസൻസ് പഴയ നിയമത്തിൽ ഒരു പ്രവാചകനും പിടികിട്ടിയില്ല. പഴയ നിയമം ഒരു ഭാഗിക വെളിപ്പാടായിരുന്നു. ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വാസ് എ പാർഷ്യൽ റെവലേഷൻ. എന്നാൽ യേശു ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാട്. ക്രൈസ്റ്റ് ഈസ് ദ ഫൈനൽ ആൻഡ് കംപ്ലീറ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 1:1 നമ്മൾ വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖേന നമ്മോട് അരുളി ചെയ്യുന്നു. പഴയ കാലത്ത് ഇറ്റ് വാസ് പാർഷ്യൽ, പക്ഷേ ഇന്ന് പുത്രൻ മുഖേന സമ്പൂർണ്ണമായി ദൈവം സ്വയം വെളിപ്പെടുത്തി. മോശയുടെ കാലത്ത് തെറ്റ് ചെയ്യുന്നവനെ അപ്പോഴേ കൊല്ലുന്ന, കരുണ കൂടാതെ ന്യായം വിധിക്കുന്ന, തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രമാണമാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നത് ആ തെറ്റുകളെ സ്വയം ഏറ്റെടുത്ത്
അവനെ വിടുവിച്ച് നീതീകരിക്കുന്ന, റൈച്ചസ് ആക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. അതാ സുവിശേഷം. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. എനിക്ക് പ്രതികൂലമായിട്ട് കുറേ നിയമങ്ങളുണ്ടെന്നുള്ളതല്ല ഗുഡ് ന്യൂസ്. ഞാൻ കുറവ് വീഴ്ചയും സംഭവിച്ചവനാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിടുവിക്കുന്ന ഒരു രക്ഷകനുണ്ടെന്നുള്ളതാണ് നല്ല വാർത്ത. അതാ ഗുഡ് ന്യൂസ് പ്രിയപ്പെട്ടവരെ. അതാ ഈ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശു ചെയ്തത് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ റോമൻ ഗവൺമെൻറ് ക്രൂശിൽ ഒരു കൈയെഴുത്ത് എഴുതുമായിരുന്നു. നമുക്കറിയാം, പീലാത്തോസ് ഒരു കൈയെഴുത്ത് എഴുതിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ശിരസ്സിന് മുകളിലായി അടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. കുറ്റസംഗതി എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പം കർത്താവിനെ അവർ കുറ്റസംഗതി എഴുതിയത് യഹൂദന്മാരുടെ രാജാവെന്ന്. എന്നാൽ ഉടനെ ഈ ആൾക്കാർ ചെന്ന്, ക്രൂശിച്ചവർ ചെന്ന്, ഈ യഹൂദ മതത്തിൻ്റെ ആൾക്കാർ ചെന്ന് പീലാത്തോസിനോട് പറയുകയാണ്, ഇവൻ രാജാവാന്ന് എഴുതി വെക്കല്ലേ, മറിച്ച് ഇവൻ രാജാവാന്ന് പറഞ്ഞെന്ന് എഴുതി വെക്കാൻ. പക്ഷേ അവിടെ പീലാത്തോസ് പറയാം, ഞാൻ എഴുതിയത് എഴുതി, ഇനി മാറ്റത്തൊന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഒരു തെറ്റുകാരനെ ക്രൂശിൽ കിരാത ക്രൂശീകരണം നടത്തുമ്പോൾ അവൻ്റെ കുറ്റസംഗതി എഴുതി വെക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമേ കണ്ടത് പീലാത്തോസ് എഴുതുകയാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മമണ്ഡലത്തിൽ ആ യാഗകുഞ്ഞാടായി യേശു മരിക്കുമ്പോൾ പിതാവ് കണ്ടത് എൻ്റെ നിങ്ങളുടെ മുഴുവൻ പാപവും യേശുവിൻ്റെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതായിട്ട്. എന്നിട്ട് ആ കുഞ്ഞാടിനെ, ബലിമൃഗത്തെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ നീതീകരിക്കപ്പെട്ടു, യേശു പാപമാക്കപ്പെട്ടു. ഇതാ നീതീകരണം പ്രിയപ്പെട്ടവരെ. ദിസ് ഈസ് മേക്കിംഗ് റൈച്ചസ്. ഹീ ഈസ് ഗിവിങ് അസ് റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ ശരിയായി നിൽക്കാൻ, തല ഉയർത്തി നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ആ നീതീകരണം. അത് തന്നെയാണ് സ്നേഹം. പാപങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല, മറിച്ച് അവൻ്റെ തെറ്റുപോലും ഏറ്റെടുത്തുകൊണ്ട് അവനെ വിടുവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിന് വെളിയിലിരിക്കുമ്പോൾ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കർത്താവിൻ്റെ മുമ്പിൽ, ഈ അവസരം കർത്താവിനെ ഒന്ന് പരീക്ഷിക്കാൻ കൂടെ അവരെടുത്തു. അവർ ന്യായപ്രമാണത്തിൻ്റെ ആൾക്കാരാണ്. അവരാ നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല, കാർക്കശ്യത്തിൻ്റെ ആൾക്കാരാണ്. മോശയുടെ ന്യായപ്രമാണത്തെ അണുവിട മാറാതെ നടപ്പാക്കാനാണ് അവരുടെ താല്പര്യം. അവർ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഈ സ്ത്രീയുമായി വന്നിട്ട് പറഞ്ഞു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഷീ ഈസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ അവളെ പച്ചയ്ക്ക് പിടിച്ചത്. അവളെ ആ തെളിവൊന്നും ആവശ്യമില്ല, ഞങ്ങളെ നേരിട്ട് കണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇവളെ എന്ത് ചെയ്യണം? മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഇത് കർത്താവിനെ വാക്കിൽ കൊടുക്കാൻ പറഞ്ഞതാണ്. കാരണം മോശയുടെ ആ നിയമം നടപ്പാക്കണ്ട എന്ന് പറഞ്ഞാൽ കർത്താവ് തെറ്റുകാരനാവും, അവർക്ക് കർത്താവിനെ പിടിക്കാം. കർത്താവ് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അത് പലരും അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്, കർത്താവ് എന്താ എഴുതിയതെന്ന് സംബന്ധിച്ച്. എന്നാൽ കർത്താവ് തുടർന്ന് തല ഉയർത്തിയിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം അവരിൽ ഓരോരുത്തൻ, മൂത്തവർ മുതൽ ഇളയവർ വരെയും അവരുടെ കൈകളിലെ കല്ല് താഴെ ഇട്ടിട്ട് അവർ തല കുനിഞ്ഞ് വീട്ടിൽ പോയി. എന്നാൽ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് എന്താ? കർത്താവ് അവളോട് പറയാണ്, സ്ത്രീ ആരും നിനക്ക് കുറ്റം ചുമത്തിയില്ലേ എന്ന് ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, ഇല്ല ഗുരു, ഞാനും നിന്നെ കുറ്റം ചുമത്തുന്നില്ല. എന്നിട്ട് അവളോട് പറഞ്ഞു, പോയി സമാധാനത്തോടെ നീ പോ, ഇനി പാപം ചെയ്യരുത് എന്നവളോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവിടെ പാപത്തിന് കൂട്ടുനിൽക്കുകയല്ല ചെയ്തത്, അവളിൽ നിന്ന് പാപത്തെ എടുത്തു മാറ്റിയിട്ട് അവളെ പാപം ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് അവളെ മാറ്റുകയാണ്. നോക്കുക, ന്യായപ്രമാണം തെറ്റുപറ്റിയവരെ കല്ലെറിഞ്ഞ് കൊന്ന് പാപിയെ കൊല്ലുമ്പോൾ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം പാപത്തെയാണ് കൊല്ലുന്നത്. ആ വ്യക്തി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ തുടർന്ന് ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, എല്ലാവരും അവളെ കല്ലെറിയാൻ വന്ന എല്ലാവരും തല കുനിച്ചു പോയെങ്കിൽ
കുറ്റവാളിയായി കല്ലെറിയപ്പെടേണ്ടിയിരുന്ന സ്ത്രീ തല ഉയർത്തിപ്പോയി. യേശു വന്നത് എൻ്റെ നിങ്ങളുടെയും പാപങ്ങളുടെ ലിസ്റ്റ് എഴുതി വെക്കാനല്ല, മറിച്ച് അത് മായ്ച്ചിട്ട് നമ്മുടെ തല ഉയർത്താനാണ്. ഇങ്ങനെ ഒരു അവതാര പുരുഷൻ വേറെ ആരാ ഉള്ളത്? ഇതല്ലേ ദൈവം? ക്രിസ്തുവിൽ വെളിപ്പെട്ടതല്ലേ ദൈവത്തിൻ്റെ സ്നേഹം? അതേ പ്രിയപ്പെട്ടവരെ, ചിലെങ്കിലും വിചാരിക്കാറുണ്ട് അതെങ്ങനെ ദൈവം എങ്ങനെ മനുഷ്യനായിട്ട് വന്നത്? ദൈവം സൃഷ്ടിയാണോ? അതാ മർമ്മം ഗ്രഹിക്കാത്തവരാ. ദൈവത്തിന് മകനുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ മാർമിക രഹസ്യമാണ്. ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വന്നു. യേശു ക്രിസ്തുവിനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടും അത് സാധിച്ചില്ല. പക്ഷേ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനാൽ ആ ദിവ്യ സ്വഭാവം എൻ്റെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ പകരുമ്പോൾ നമ്മുടെ വീടുകൾ സ്വർഗമാകും, സ്വർഗം നമ്മുടെ വീടായിത്തീരും. ഒരു വീട്ടിൽ, ഒരു സഭയിൽ ആരും കുറ്റക്കാരല്ലാതായി തീരുമ്പോൾ അല്ല, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവും സഹവിശ്വാസികളും ഒക്കെ തികഞ്ഞവരാകുമ്പോൾ അല്ല ആ വീട് സ്വർഗതുല്യമാകുന്നത്. മറിച്ച് കുറവുകളുള്ളവരൊക്കെ തന്നെ അവിടെയെങ്കിലും അത് സഹിക്കുന്ന, ആ തെറ്റ് കണക്കിടാതെ സ്നേഹം കൊണ്ട് അവരോട് ക്ഷമിക്കുക മാത്രമല്ല, സ്നേഹം കൊണ്ട് അവരുടെ തെറ്റുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവം വരുമ്പോൾ അവിടെ സ്വർഗമായി തീരും. അതേ ബന്ധം ആ ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുന്നത്. കൊരിന്ത് ലേഖനത്തിൽ പറയുകയാണ്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ശരീരമാവും. നമുക്കതാണ് ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും വരുമ്പോൾ അവിടെ ഒരു യൂണിയനാണ് ഉണ്ടാകുന്നത്. ദുർനടപ്പിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് തുറന്ന വാക്യത്തിൽ പറയാണ്, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരു ശരീരമാണ്. വാസ്തവത്തിൽ കർത്താവും നമ്മളും തമ്മിൽ അത് പുതിയ നിയമ വിവാഹവും പഴയ നിയമ വിവാഹവുമായിട്ട് വളരെ മാറ്റമുണ്ട്. പഴയ നിയമ വിവാഹത്തിൽ മലാഖി പ്രവചനത്തിലൊരു വാക്യമുണ്ട്, എൻ്റെ ഉടമ്പടിയുടെ ഭാര്യ, നിൻ്റെ ഉടമ്പടിയുടെ ഭാര്യ എന്നവിടെ പറയുന്നുണ്ട്, വൈഫ് ഓഫ് യുവർ കവനൻറ്റ്. പക്ഷേ ആ ഉടമ്പടിയുടെ ഭാര്യ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഉപേക്ഷണപത്രം കൊടുക്കുന്ന കാര്യം. ഉടമ്പടി ഉണ്ടിടത്ത് ഉപേക്ഷണപത്രമുണ്ട്. കാരണം ഒരു വ്യവസ്ഥ തെറ്റിച്ചാൽ മതി. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതാ ദൈവസ്നേഹം. പുതിയ നിയമത്തിലെ വിവാഹം ഉടമ്പടിയിലല്ല അധിഷ്ഠിതമായിരിക്കുന്ന സ്നേഹത്തിലാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ തെറ്റ് കണക്കിടാത്തതാണ്. നീ ഇന്നതൊക്കെ ചെയ്തില്ലെങ്കിലും ഞാൻ നിന്നെ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതാ ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം. അതാ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണമെന്നല്ല, ഒരു ഉടമ്പടിയിൽ ഏർപ്പെടണമെന്നല്ല, സ്നേഹിക്കണം. പഴയ നിയമത്തിൽ യഹോവയാം ദൈവവും ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടിയുടെ ബന്ധമായിരുന്നു. അവിടെ വ്യവസ്ഥകളുണ്ടായിരുന്നു. അതാ ന്യായപ്രമാണം. നീ ഇന്നതൊക്കെ അനുഷ്ഠിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഇല്ലെങ്കിൽ ശാപം വരും. ക്ലോസുകളും കണ്ടീഷനും ഉണ്ടായിരുന്നു. അവിടെ നിലനിൽക്കാൻ തെറ്റിപ്പോകുന്ന മനുഷ്യനെ കൊണ്ട് പറ്റിയില്ല. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ തെറ്റിപ്പോകുന്ന മനുഷ്യനും തെറ്റിപ്പോകാത്ത ദൈവവുമായിട്ടല്ല ഉടമ്പടി. തെറ്റിപ്പോകാത്ത പിതാവും തെറ്റിപ്പോകാത്ത പുത്രനുമായി ഒരു ഉടമ്പടി ചെയ്തിരിക്കുക. അവിടെ ഞാൻ കർത്താവിൽ നിന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു കണ്ടംനേഷനും ഇല്ല. കണ്ടംനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശിക്ഷ വരും എന്നുള്ള തോന്നലിനാണ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൽ ആ ഒരു വ്യക്തിയുടെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുക. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് വന്നത് ആരെയും കുറ്റം വിധിക്കാനല്ല, നീതീകരിക്കാൻ. കുറ്റം വിധിക്കലേ അല്ല കർത്താവിൻ്റെ പദ്ധതി. കുറ്റം വിധിക്കുന്നവനുണ്ട്, നിങ്ങളെ കുറ്റം വിധിക്കുന്ന ഒരുവനുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെ. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന മറ്റൊരുണ്ട് ദൈവസന്നിധിയിൽ. അതാരാന്നറിയാമോ? അപവാദിയായ പിശാച്, സ്ലാൻഡറർ. ഡയബലോസ് എന്ന ഗ്രീക്ക് പദം, സാത്താൻ, ഡെവിൾ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തന്നെ കുറ്റം വിധിക്കുന്നവനെന്നാണ്. അപ്പം ന്യായപ്രമാണവും നമ്മളെ കുറ്റം ചുമത്തുന്നു, സാത്താനും കുറ്റം ചുമത്തുന്നു. അതല്ല നമ്മളിൽ വ്യാപരിക്കേണ്ടത്. നമ്മളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് വന്നിരിക്കുന്നത്. ആ ന്യായപ്രമാണം കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു, പിശാച് കുറ്റം കാണിച്ചവനെ തകർക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവസ്നേഹമാകുന്ന ക്രിസ്തു തെറ്റുകളെ ദൂരീകരിക്കുക, അവൻ്റെ തെറ്റുകളുടെ പട്ടിക കാണിക്കുകയല്ല, മറിച്ച് ആ പട്ടിക മായ്ക്കുക മാത്രമല്ല, അവൻ തെറ്റുകളെ അതിജീവിക്കാനുള്ള ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടെ കൊടുക്കുക, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്നില്ല, നമുക്ക് ആർക്കും പറ്റത്തില്ല. നമ്മുടെ ഒരു ജീവിത പങ്കാളിക്ക് ഒരു തെറ്റ് പറ്റിയാലുടനെ നിനക്കത് പറ്റി എന്ന് പറയാതെ, ഒരു സഹവിശ്വാസിക്ക് പറ്റിയാൽ ഈ ഒരു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പോകുമ്പോഴാണ് നമ്മുടെ ഭവനം സ്വർഗമായി തീരുന്നത്. സ്നേഹം പാപങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് സിൻസ്. എൻ്റെ നിങ്ങളുടെ എതിരെ ദൈവസന്നിധിയിൽ ഒരു കണക്കും ബാക്കിയില്ല. യേശു അതെല്ലാം മാറ്റിയെങ്കിൽ അതേ ദിവ്യഭാവം നമുക്കൊന്ന് ഏറ്റെടുക്കാം.
അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം എത്ര ശ്രേഷ്ഠമാണ്. ആ വചനമാണല്ലോ ക്രിസ്തു. ആ ക്രിസ്തു ആണല്ലോ ദൈവസ്നേഹം. ആ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ, ഞങ്ങളുടെ സഭയിൽ മറ്റുള്ളിടത്തൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ആ ജഡിക ഭാവം ഞങ്ങളൊന്ന് മാറ്റിയിട്ട് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും കുറവുകൾ ഓർക്കാതെ സ്നേഹിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് പകരണം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾ സ്വർഗ്ഗഭവനങ്ങളായി തീരട്ടെ. അവർ ചെല്ലുന്നിടമെല്ലാം സ്വർഗീയ അനുഭവമായി തീരട്ടെ. അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ രോഗത്തിൽ കേൾക്കുന്നവർ ഈ നിമിഷം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രശ്നങ്ങൾ, ഏത് പ്രശ്നത്തിൽ ഇന്ന് കേൾക്കുന്നവരാണോ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി, സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് ഊട്ടി ബ്രദർ ന്യൂഡൽഹിയിൽ ശുശ്രൂഷിക്കുന്നു. ഏപ്രിൽ 12 ഞായർ. ശുശ്രൂഷകൾ ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 5 വരെ. സദ്ഭാവന ഭവൻ, മാഷ്ടിഗർ ചർച്ചിന് സമീപം. അവധിക്കാലം യേശുവോടത്ത് സ്വർഗീയ വിരുന്നൊരുക്കുന്ന കുട്ടികൾക്കായുള്ള VBS ഏപ്രിൽ 6 മുതൽ 11 വരെ. സ്വർഗീയ വിരുന്നിൻ്റെ എല്ലാ സെൻ്ററുകളിലും. പ്രായപരിധി 3 മുതൽ 18 വരെ. प्रेम की परिभाषा को ओ मसीह तूने हमको सिखाए, प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे